ഓം ശാന്തി. മാനവികത അതിൻ്റെ യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയുമ്പോഴാണ് ലോകത്തെങ്ങും സമഗ്രമായ പരിവർത്തനം ആരംഭിക്കുന്നത്. ഇത്തരത്തിൽ ഒരു മഹാപരിവർത്തനത്തിൻ്റെ തുടക്കത്തിന് 1936 ഭാരതം സാക്ഷ്യം വഹിച്ചു. മനുഷ്യർ എപ്പോഴെല്ലാമാണോ തൻ്റെ ആന്തരിക ശക്തിയെ തിരിച്ചറിയുകയും അതേക്കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്തത്, അപ്പോൾ മാത്രമാണ് സുസ്ഥിരവും സകാരാത്മകവുമായ പരിവർത്തനങ്ങൾ സാധ്യമായിട്ടുള്ളത്. ഈ സത്യത്തെ ആധാരമാക്കി വളരെ ശാന്തവും എന്നാൽ അത്യന്തം ശക്തിശാലിയുമായ ഒരു ആധ്യാത്മിക വിപ്ലവത്തിന് 1936 ഭാരതത്തിൽ ആരംഭം കുറിക്കുകയുണ്ടായി. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ആധ്യാത്മിക സംഘടനയാണ്. ഈ സംഘടനയുടെ സ്ഥാപകൻ സ്വയം നിരാകാരനായ പരംപിത പരമാത്മാവായ ശിവഭഗവാനാണ്. നിരാകാരനായ പരമാത്മാവ് പ്രജാപിത ബ്രഹ്മാവിൻ്റെ ശരീരത്തെ തൻ്റെ കൃത്യനിർവഹണത്തിനായി തിരഞ്ഞെടുത്തു. 1936 അവിഭജിത ഭാരതത്തിലെ സിന്ധ് ഹൈദരാബാദ് പ്രവിശ്യയിലാണ് ഈ സംഘടനയുടെ പ്രവർത്തനം ആരംഭിച്ചത്. പ്രാരംഭം മുതൽക്ക് തന്നെ ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് വനിതകളായിരുന്നു എന്നത് ഈ സംഘടനയുടെ മുഖ്യ വിശേഷതകളിലൊന്നാണ്. അക്കാലത്തെ സാമൂഹിക സാമുദായിക വ്യവസ്ഥിതികൾക്ക് നേരെയുള്ള വിപ്ലവാത്മകമായ ഒരു ചുവടുവയ്പായിരുന്നു അത്. ഇതുകൊണ്ട് തന്നെ ഈ സംഘടന ബ്രഹ്മകുമാരീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രാജസ്ഥാനിലെ മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മകുമാരീസിന്റെ അന്തർദേശീയ ആസ്ഥാനം ഇന്ന് വിശ്വശാന്തിയിൽ അധിഷ്ഠിതമായ ആത്മീയ അവബോധത്തിലൂടെ മാനവിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രമുഖ ആധ്യാത്മിക കേന്ദ്രങ്ങളിലൊന്നാണ്. ഭാരതത്തിലെ അതിപ്രാചീനമായ രാജയോഗ ധ്യാനമാണ് ബ്രഹ്മകുമാരീസിന്റെ മുഖ്യ പ്രത്യേകത. സരളവും അതിഗഹനവുമായ ഈ ധ്യാനരീതി ആത്മാവിനെ തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളോടും ശാന്തി, പവിത്രത, സുഖം എന്നീ അമൂല്യങ്ങളായ ഗുണങ്ങളോടും കൂട്ടിയോജിപ്പിക്കുന്നു. രാജയോഗം ശാരീരിക വ്യായാമങ്ങളിലും പ്രത്യേകമായ ആചാരാനുഷ്ഠാനങ്ങളിലും അധിഷ്ഠിതമല്ല, മറിച്ച് ആന്തരികമായ ഒരു സാധനയാണ്. ഭാരതത്തിൽ നിന്നും തുടക്കം കുറിച്ച ഈ ആധ്യാത്മിക യാത്ര ഇന്ന് 140-ലധികം ദേശങ്ങളിലേക്ക് എത്തിച്ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ബ്രഹ്മകുമാരി സെന്ററുകളിലൂടെ ജാതി മതഭേദമന്യേ ബ്രഹ്മകുമാരി സഹോദരീ സഹോദരന്മാർ നിസ്വാർത്ഥമായ മാനവ സേവനത്തിൽ മുഴുകിയിരിക്കുന്നു. സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, സ്ത്രീകൾ, ഡോക്ടർമാർ, അധ്യാപകർ, രാഷ്ട്രീയ പ്രവർത്തകർ, വ്യവസായികൾ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ പല മേഖലകളിലുമുള്ള വ്യക്തികൾ രാജയോഗധ്യാനം അഭ്യസിച്ചുകൊണ്ട് ജീവിതത്തിൽ സ്പഷ്ടതയും സന്തുലനവും ഉയർന്ന ലക്ഷ്യവും കൈവരിച്ചു വരുന്നു. സമൂഹത്തിൻ്റെ ഓരോ തലത്തിലുമുള്ള ആളുകളിലേക്കും തങ്ങളുടെ ഉദ്ദേശം കൃത്യമായി എത്തിക്കുന്നതിനായി ബ്രഹ്മകുമാരീസ് 21-ലധികം വ്യത്യസ്തങ്ങളായ സേവാശാഖകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ശാരീരികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തിനൊപ്പം തന്നെ എല്ലാ തലമുറകളിൽപ്പെട്ടവരെയും ലഹരി വിമുക്തമാക്കുന്നതിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശാഖയാണ് ബ്രഹ്മകുമാരീസിൻ്റെ മെഡിക്കൽ വിങ്. പോലീസ്, സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങൾ എന്നിവയുടെ ഉന്നതിക്കായി മാനസിക സമ്മർദ്ദങ്ങളെ നേരിടുവാനുള്ള മാർഗങ്ങൾ, മാനസിക ശാക്തീകരണം എന്നിവ എങ്ങനെ പ്രാപ്തമാക്കാം എന്നതിനെക്കുറിച്ചുള്ള വിവിധ സെമിനാറുകളും ക്ലാസുകളും നടത്തിവരുന്ന ബ്രഹ്മകുമാരീസിൻ്റെ വിഭാഗമാണ് സുരക്ഷാ സേവന വിഭാഗം. യുവാക്കളെ മികച്ച വ്യക്തിത്വത്തിന് ഉടമകളാക്കുക, അവരിൽ നേതൃപാടവം, അച്ചടക്കബോധം എന്നിവ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന വിഭാഗമാണ് യുവതീ യുവാക്കൾക്കായിട്ടുള്ള യുവാ വിങ്. ഇപ്രകാരം തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഒരു മഹിളാ വിഭാഗവും പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, അതിലൂടെ സ്വയം പര്യാപ്തരാകുവാൻ അവരെ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മഹിളാ വിഭാഗം വളരെയധികം പ്രശംസ പിടിച്ചു പറ്റിയ ഒന്നാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗവും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലുണ്ട്. സാത്വികമായ ജീവിതശൈലി, ജലം, വായു എന്നിവയുടെ ശുദ്ധീകരണത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രാധാന്യം എന്നിവ ഏവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി വിഭാഗം പ്രകൃതി സംരക്ഷണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ്. ഈ വിഭാഗങ്ങളെ കൂടാതെ വിദ്യാഭ്യാസം, മീഡിയ, ബിസിനസ്,
പൊതുജന സേവനം, കലാസാംസ്കാരിക വിഭാഗം എന്നിവയുമായി ബന്ധപ്പെട്ട അനേകം ശാഖകൾക്കും ബ്രഹ്മകുമാരീസ് നേതൃത്വം നൽകി വരുന്നു. മാത്രമല്ല, ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ട അനേകം മൂല്യാധിഷ്ഠിത പരിപാടികളുള്ള ബ്രഹ്മകുമാരീസ് സാമൂഹ്യ സേവന രംഗത്ത് വളരെ സജീവവുമാണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മകുമാരീസ് മുഖ്യ സേവാ കേന്ദ്രത്തിൻ്റെ ശാന്തി ശിബിരം ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേരുകയും സമൂഹത്തിനായി ബ്രഹ്മകുമാരീസ് നൽകി വരുന്ന സഹവർത്തിത്വം രാഷ്ട്രത്തിൻ്റെ ഐക്യവും വിശ്വമംഗളകാര്യവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതായി പറയുകയും ചെയ്തു. തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ബ്രഹ്മകുമാരീസിനെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്. प्रधानमंत्री बनने के बाद दुनिया में मैं जहां जहां गया, एक भी देश ऐसा नहीं होगा जहां एयरपोर्ट हो या कार्यक्रम का स्थान हो, ब्रह्मा कुमारी के लोग मुझे मिले न हो, उनकी शुभकामनाएं मेरे साथ न रही हो, शायद ऐसी एक भी घटना नहीं होगी. और इसमें मुझे अपनेपन का तो एहसास होता है, लेकिन आपकी शक्ति का भी अंदाज आता है. രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുജി ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തി സരോവരത്തിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ മുഖ്യ അതിഥിയായിരുന്നു. ഭാരതത്തിൻ്റെ ആധ്യാത്മിക പൈതൃകം ആധുനിക ലോകത്തിൽ ശാന്തിയും നവീനതയും കൊണ്ടുവരുവാനുള്ള മാർഗമാണ് എന്ന് അവർ തൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. मैं अपने आप को खुशनसीब समझती हूँ. परिस्थिति जिस हालत में हो, मुझे इस संस्था से पालना मिला है. इस संस्थान का ध्येय वाक्य है हलचल में अटल रहना. दुनिया जितने भी हलचल हो, अपने अंदर मजबूत रहना है. ഹോം മിനിസ്റ്ററായ അമിത് ഷാ 2025 ഏപ്രിൽ 17 മൗണ്ട് അബുവിലെ ശാന്തിവനത്തിൽ എത്തിച്ചേർന്ന് ആത്മശാക്തീകരണത്തിനായുള്ള ദേശീയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആത്മീയമായ അവബോധമാണ് ശക്തമായ രാഷ്ട്രത്തിന്റെ അടിത്തറ എന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. इतने तनाव को कम कर कर अपने आत्मा को शांति की ओर कैसे ले जाना और उसके साथ शांत मन और स्वस्थ शरीर से देश की सुरक्षा को और अच्छे तरीके से कराने की दिशा में ब्रह्मा कुमारीज ने जो प्रयास किया है, इसकी मैं बहुत मन से प्रशंसा भी करता हूं और देश के गृह मंत्री के नाते धन्यवाद भी प्रेरित करना चाहता हूं. അതിനുശേഷം 2025 ഏപ്രിൽ 21 ആദരണീയനായ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് അബു റോഡിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും രാജ്യരക്ഷാസേനാ സേനാംഗങ്ങളുടെ മാനസിക സ്ഥിരതയും ആന്തരിക ശക്തിയും രാഷ്ട്രസുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് തന്റെ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. साथियों, मुझे इस बात की खुशी है कि आपका सुरक्षा सेवा विंग यानी SSW लंबे समय से हमारे जवानों और अधिकारियों को मानसिक रूप से और भी सशक्त बनाने के लिए निस्वार्थ भाव से काम कर रहा है. സാമൂഹ്യ സേവനങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് സഹവർത്തിത്വം നൽകുന്ന പ്രക്രിയയിൽ ബ്രഹ്മകുമാരീസ് ധാരാളം പുത്തൻ ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പരമ ആദരണീയയായ പ്രകാശ് മണി ദാദിജിയുടെ സ്മൃതി ദിനത്തോടനുബന്ധിച്ച് 2025 ഓഗസ്റ്റ് 26 അന്തർദേശീയ തലത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ക്യാമ്പിൽ ദേശവിദേശങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ രക്തദാനത്തിലൂടെ ജീവദാനം നൽകുവാനായി മുന്നോട്ട് വന്നു. 2025 ഡിസംബർ 21 ലോകമെമ്പാടും വിശ്വധ്യാന ദിനമായി ആചരിച്ചു. ഈ അവസരത്തിൽ അഹമ്മദാബാദിൽ 60,000-ലധികം ആളുകൾ ഒത്തുചേരുകയും ബ്രഹ്മകുമാരി സംഘടിപ്പിച്ച സമൂഹധ്യാനത്തിൽ പങ്കെടുത്ത് വിശ്വശാന്തിയുടെ ഒരു ഐതിഹാസിക ചുവടുവയ്പിൽ പങ്കാളികളാകുകയും ചെയ്തു.
ഇത്രയും വിശാലമായ ഒരു ഓർഗനൈസേഷനെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിനായി ബ്രഹ്മകുമാരീസ് അനേകം സോണൽ വിഭാഗങ്ങളായി വേർതിരിഞ്ഞിട്ടുണ്ട്. ഈ സോണുകൾ വഴി ആയിരക്കണക്കിന് സേവാ കേന്ദ്രങ്ങൾ നിയമിത രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഡൽഹി തലസ്ഥാന നഗരിയായതുകൊണ്ട് ബ്രഹ്മകുമാരീസിൻ്റെ ഡൽഹി കേന്ദ്രത്തിൽ നിന്നും രാഷ്ട്രീയ ഭരണ വിഭാഗങ്ങൾക്കായുള്ള ട്രെയിനിങ്ങുകളും മീഡിയ, ചികിത്സാ വിഭാഗങ്ങൾക്കായി വ്യാപകമായി സേവനങ്ങൾ പ്രദാനം ചെയ്തു വരുന്നു. ബ്രഹ്മകുമാരീസ് ദില്ലി കേന്ദ്രത്തിൽ നിന്നും സമയാസമയങ്ങളിൽ കാലാനുസൃതമായ അനേകം പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട്. ഡൽഹിയിലെ റെഡ് ഫോർട്ട് മൈതാനത്തിൽ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിശാലമായ പൊതുപരിപാടി അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒന്നാണ്. ഇതിനു പുറമെ ഭാരത് മണ്ഡപം, താക്കൂർ സ്റ്റേഡിയം, ത്യാഗരാജ് സ്റ്റേഡിയം, ജ്ഞാൻ വിജ്ഞാൻ ഭവൻ, അംബേദ്കർ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ എന്നീ വിശിഷ്ട സ്ഥാനങ്ങളിലും അനേകം പ്രധാന പരിപാടികൾ നടത്തി വരാറുണ്ട്. ദില്ലി NCER ഗുരുഗ്രാമിൽ സ്ഥിതി ചെയ്യുന്ന ഓം ശാന്തി റിട്രീറ്റ് സെൻറ്റർ അഥവാ ORC ഡൽഹി ബ്രഹ്മകുമാരീസിൻ്റെ ഒരു പ്രമുഖ ആധ്യാത്മിക സേവാ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഈ കേന്ദ്രം രാജയോഗ ധ്യാനം, ആത്മജ്ഞാനം, നേതൃപാടവത്തിനായുള്ള ക്ലാസുകൾ, വ്യക്തിത്വ വികസന ക്ലാസുകൾ എന്നിവയ്ക്ക് ഏറെ പ്രസിദ്ധമാണ്. ഈ അടുത്ത് നടന്ന ഓം ശാന്തി സെൻറ്ററിൻ്റെ 25ാം വാർഷികം അഥവാ സിൽവർ ജൂബിലി ആഘോഷത്തിൽ ഭാരതത്തിൻ്റെ ആദരണീയനായ ഉപരാഷ്ട്രപതി ശ്രീ രാധാകൃഷ്ണൻ അവർകൾ മുഖ്യ അതിഥിയായിരുന്നു. ബ്രഹ്മകുമാരീസ് വെറുമൊരു ആത്മീയ സംഘടന മാത്രമല്ല, മറിച്ച് മാനവ ചേതനയുടെ സുശക്തമായ ഒരു പൊതുവിപ്ലവമാണ്. ഓരോ ആത്മാവിൽ നിന്നും ആരംഭിച്ച് സമൂഹം, രാഷ്ട്രം, വിശ്വം എന്നിവയുടെ ഉന്നതിക്കായി ഓരോ മാനവനും പ്രവർത്തിക്കുന്ന ഒരു പുതിയ വിപ്ലവമാണ് ബ്രഹ്മകുമാരീസ് നയിക്കുന്നത്. യഥാർത്ഥ ശക്തി പുറം ലോകത്തെ വസ്തുക്കളിലല്ല, മറിച്ച് ശാന്തവും സ്ഥിരവും ജാഗരൂകവുമായ ഒരു മനസ്സിലാണ് എന്ന് ഈ സംഘടന പഠിപ്പിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് സദ്ഗുണങ്ങളാൽ ശക്തമാകുമ്പോൾ വ്യക്തി നിലനിൽക്കുന്ന സമൂഹവും ശക്തമാകുന്നു. അങ്ങനെ അവസാനം ഒരു രാഷ്ട്രം അതിൻ്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഓം ശാന്തി.